ഒരു വലിയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിവരിക്കുകയാണ്. അദ്ദേഹം രാജകീയ പ്രൗഢിയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പൂമുഖത്ത് കാറ്റുകൊണ്ട് വായുകൊണ്ട് സന്തോഷത്തിൽ ആഹാരം കഴിക്കുകയാണ്. ആ ആഹാരം കഴിക്കുമ്പോൾ, നാസ്ത കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ഒരു പത്തിരി ഒരു കാക്ക അതിൻ്റെ ചുണ്ടുകൊണ്ടെടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് യാതൊരു കൂസലുമില്ലാതെ കൊത്തിക്കൊണ്ടുപോയി. കാക്കക്കെന്ത് രാജാവാ, കാക്ക കൊത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഇട്ടാൽ കാക്ക കൊത്തൂലേ? ഈ കാക്ക കൊത്തിക്കൊണ്ടുപോയി. സ്വാഭാവികമായി സംഭവിച്ച ഒന്നാണ് സംഭവം എന്ന് അദ്ദേഹം കരുതി. രണ്ടാമത്തെ ദിവസവും ഇരുന്നപ്പോൾ ഇതേ നാസ്ത കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാക്ക വന്ന് വീണ്ടും ഒരു പത്തിരി കൊത്തിക്കൊണ്ടുപോയി. മൂന്നാമത്തെ ദിവസവും ഒരു പത്തിരി കൊത്തിക്കൊണ്ടുപോയി. ഇത് 7 ദിവസം തുടർന്നു. ഇദ്ദേഹം രാജാവാണ്, രാജകീയ സുഖത്തിലും പ്രൗഢിയിലും ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്. പക്ഷേ രാജകീയ പ്രൗഢിയിലും സുഖത്തിലും അഹങ്കാരത്തിലും ഡംബിലുമാണ് ജീവിതം. ഈ സുഖജീവിതത്തിനിടയിൽ 7 ദിവസവും തൻ്റെ പത്തിരി കൊത്തിക്കൊണ്ടുപോയിട്ട് കാക്ക പറന്നു പോകുന്നത് കാണുമ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇതെങ്ങോട്ടാണ് ഈ കാക്ക പോകുന്നത്? ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം, ഇതൊന്ന് കണ്ടെത്തണം. അന്വേഷിച്ച് കാക്ക പറക്കുന്ന ദിക്കിലേക്ക്, 7 ദിവസവും പോയ ദിക്കിലേക്ക് ഇദ്ദേഹം അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ കൈകാലുകൾ ബന്ധിതനായി, കാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു, കൈകളും കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു, എല്ലാം കൂട്ടിക്കെട്ടപ്പെട്ട നിലയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ഞെരങ്ങി മൂളുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ജീവനുണ്ട്, ഇപ്പോൾ അത്യാവശ്യം പ്രസരിപ്പുമുണ്ട്. പക്ഷേ കൈകാലുകൾ ചലിപ്പിക്കാനോ അനക്കാനോ കഴിയുന്നില്ല, കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഈ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ കിടപ്പ്, എന്താണ് ഈ നിലപാട്, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. എൻ്റെ കച്ചവട സ്വത്തുക്കൾ വഴിയിൽ വെച്ച് കൊള്ളയടിച്ചിട്ട് കൊള്ളക്കാരൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുത്ത ശേഷം എൻ്റെ കൈകാലുകളൊക്കെ കെട്ടി വരിഞ്ഞ് മൂലക്കലാക്കി ഈ കുറ്റിക്കാട്ടിലേക്ക് എന്നെ വലിച്ചിട്ടു. ഞാൻ അത്യാവശ്യം മരിച്ചു എന്ന രീതിയിൽ പൊറുജീവനായപ്പോഴാണ് അവർ പോകുന്നത്, ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന നിലക്ക്. അങ്ങനെ 7 ദിവസമായി ഞാൻ ഇവിടെ കിടക്കുകയാണ്. 7 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഏറ്റവും വിഭവസമൃദ്ധമായ ഒരു റൊട്ടി ഈ കിടന്ന 7 ദിവസവും ഒരു കാക്ക എൻ്റെ നെഞ്ചിൽ കയറി വന്നിട്ട് കൊത്തി കഷ്ണം കഷ്ണമാക്കി എൻ്റെ വായിലിട്ട് തരുന്നു. ഞാനതങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഇത് 7 ദിവസമായി തുടരുകയാണ്. എന്തു സ്വാദിഷ്ടമായ റൊട്ടിയെന്നോ, സ്വർഗത്തിൽ നിന്നെങ്ങാനും വന്നോ, വളരെ സ്വാദിഷ്ടമായ നല്ല റൊട്ടിയാണ് എൻ്റെ വായിൽ കൊണ്ടുവന്നിരുന്നത്. ഈ രാജാവ് പറയുകയാണ്, ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഈ പ്രദേശവും ഈ പ്രവിശ്യയും ഭരിക്കുന്ന രാജാവായ ഞാൻ അനവധി പരിചാരകന്മാരും പരിചാരികമാരും ഒരുക്കി തരുന്നതായ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുന്ന എൻ്റെ നാസ്ത തന്നെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന ഈ ഒരു മനുഷ്യന് 7 ദിവസവും എൻ്റെ വീട്ടിൽ വന്ന് ആ നാസ്തയിൽ നിന്ന് കൂസലില്ലാതെ കൊത്തിയെടുക്കുന്ന കാക്ക കൊണ്ടുപോയി കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, നെഞ്ചത്ത് കയറിയിരുന്ന് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കൊത്തി നുറുക്കി, കൈകൊണ്ട് മുറിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കൊത്തി നുറുക്കി കഷ്ണമാക്കി ഇട്ടുകൊടുക്കുന്നു. ഓ, ഇതാരാണ് ഈ നിയന്ത്രിക്കുന്നത്, ആരാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്? വല്ലാത്തൊരു ചിന്തയാനിക്ക്. ഈ മഹാരാജാവ് പിന്നീട് ലോകമറിയപ്പെട്ട സാഹിദും ദുനിയാ സർവസംഘ പരിത്യാഗിയും സാഹിദുകളുടെ നേതാവുമായ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനായി മാറിയതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ് ബഹുമാനപ്പെട്ടവരിലൂടെ വിവരിച്ചത്. അതിലേറെ അതിശയകരമായി ആരിഫ്യങ്ങളിൽപ്പെട്ട അതുപോലൊരു മഹാൻ ദുന്നൂനിൽ മിസ്രി എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ ഒരു ചെറിയ അനുഭവം വിവരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്തെന്നറിയില്ല, ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ, വല്ലാത്ത അസ്വസ്ഥത. വൽവലത്തും ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വല്ലാത്ത ഒരു അസ്വസ്ഥത. വസിർതു ബിഹൈസു മാ മലക്തു നഫ്സി, എൻ്റെ ശരീരം ഇവിടെ പിടിച്ചാലും നിയന്ത്രിക്കാനും പറ്റാത്ത വിധം ഞാനാകെ വിഷമിച്ചു പോയി. നിർബന്ധമായും എനിക്കിവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ, അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, ഇരിക്കപ്പൊറുതിയില്ലാത്തൊരവസ്ഥ.
ഫഖറജ്തു മിനൽ ബൈത്ത്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ സന്തോഷത്തോടു കൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇറങ്ങി ഞാൻ നൈൽ നദിയുടെ കരയിലേക്ക് എത്തുകയാണ്. നൈൽ നദിയുടെ കരയിലെത്തുമ്പോൾ ഞാനതാ ആ നൈൽ നദിയുടെ കരയിൽ ഒരു തേളാണ്. ആ തേള് ഞാൻ ശ്രദ്ധിച്ചു. തേള് നേരെ തിരിയാതെ പോവുകയാണ്. തേളങ്ങനെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഉളരിപ്പോകുന്ന ഈ തേളിന്റെ പിന്നാലെ ഞാൻ പോയപ്പോൾ ഈ തേൾ നൈൽ നദിയുടെ ഓരത്ത് ചെന്നപ്പോൾ തന്നെ ഈ തേളിനെ കാത്തിരിക്കുന്ന ഒരു തവള അപ്പോലെ ഇരിക്കുകയാണ്. ആ തവളയുടെ പുറത്ത് ഈ തേളങ്ങ് ചാടിക്കയറിയത് തന്നെ പരമാർത്ഥം ഈ തവള ഈ തേളിനെയും കൊണ്ട് നൈൽ നദിയിലേക്ക് നീന്തുകയാണ്. നീന്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതെന്തോ ഒരു അത്ഭുതം, ഇതൊന്ന് കണ്ടെത്തണം, ഇതൊന്ന് പരിശോധിക്കണം. എങ്ങോട്ടാണ് ഈ തേള് പോകുന്നത്, ഈ തേളിനെ തവള എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. ഞാൻ പിന്നാലെ ഒരു തോണിയെടുത്തു. ഞാനും തുഴഞ്ഞ് ഞാനും അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തേള് ഈ നൈൽ നദിയുടെ മറുകരയിൽ അപ്പുറമെത്തി ഈ തവള കൊണ്ടുപോയി വെച്ചു തേളിനെ. നൈൽ നദിയുടെ മറുകരയിൽ തവള കൊണ്ടിട്ട് ഈ തേള് കരയിലെത്തിയത് തന്നെ കണക്ക് അതിശീഘ്രം പോയി നിൽക്കുമ്പോൾ ഇദ്ദേഹം ചെന്നെത്തിപ്പെട്ടത് ഒരു മനുഷ്യൻ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ മുൻപിലാണ്. ഞാൻ ശ്രദ്ധിച്ചു, ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യനെ കടിക്കാനതാ വലിയ പണം പുലർത്തിക്കൊണ്ട് ഒരു സർപ്പം ഈ മനുഷ്യന്റെ മുന്നിലേക്ക് വരികയാണ്. മുന്നിലേക്ക് വരുന്നത് തന്നെ കണക്ക് ഈ തേൾ ചാടി വീണിട്ട് ആ സർപ്പത്തെ കഷ്ണമാക്കി തുണ്ടാക്കി അവർ തമ്മിൽ മത്സരം നടന്ന് അതിനിടയിൽ ഈ ഉറങ്ങുന്ന മനുഷ്യനെ ഉണർന്നു. അദ്ദേഹം തേളിനെയും പാമ്പിനെയും കൊല്ലുകയും ചെയ്തു. ഞാനിത് അത്ഭുതത്തോടുകൂടെ നോക്കി. ആരാണ് ഈ പറയുന്നത്? ആരിഫീങ്ങളിൽപ്പെട്ടത് ഉന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തന്റെ ഒരു അനുഭവം. കേവലം യാദൃച്ഛികമായ ചില സംഭവങ്ങൾ കണ്ട് നിരീക്ഷിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ നിരീക്ഷിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ കിട്ടും. ഇതൊരു വലിയ അത്ഭുതമായോ കറാമത്തായോ നമ്മൾ കാണേണ്ട. യാദൃച്ഛിക സംഭവം എന്ന നിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ചിന്താശകരങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന ജീവികളെ, അവ പറക്കുന്നതും ഓടുന്നതും ഇഴയുന്നതുമൊക്കെ ചിന്തിച്ചാൽ ആ ഓരോ ജീവികളെയും നിരീക്ഷിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കിട്ടും. ഈ നിരീക്ഷണത്തിനുള്ള തൗഫീഖ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വേണം. തൗഫീഖുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഇത്തരം അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ കേന്ദ്ര സൃഷ്ടി. ആ മനുഷ്യന്റെ സംരക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന സംഗതികളാണിത്. കെട്ടിവരിഞ്ഞ് കയ്യും കാലും ബന്ധിതനായിക്കൊണ്ട് കുറ്റിക്കാട്ടിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് തിന്നാനില്ലെന്ന് മാത്രമല്ല, തിന്നാൻ വല്ല ഭക്ഷണവും കിട്ടിയാൽ അത് വായയിലേക്കാക്കാൻ പോലും സൗകര്യമില്ലാതിരിക്കുന്ന വേളയിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അലച്ചുകൊണ്ട് ലക്ഷണം പറയപ്പെടുന്നതായ, അതായത് എന്ത് കിട്ടിയാലും അത് ശരിക്കും തിന്നുക, എന്തും വാരിയെടുക്കുക എന്നതുകൊണ്ട് അവലക്ഷണം നോക്കപ്പെടുന്ന ജീവിയാണ് കാക്ക. ആ കാക്കയുടെ അലച്ചാന്നാ നമ്മൾ പറയാ. ഈ അലച്ചയുള്ള ജീവിയുടെ കൊക്കിൽ കുത്തിയിട്ട് അതേ സ്വാദിഷ്ടമായ പത്തിരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവശ്യയുടെ രാജാവിന്റെ ഭക്ഷണമാണ് ഈ വരിഞ്ഞു മുറുക്കപ്പെട്ട ബന്ധിതനായ മനുഷ്യന് നൽകുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുന്നത് നൈൽ നദിക്ക് അക്കരെ കിടക്കുന്ന ഏതോ ഒരു തേള്. ആ തേളിനെ എത്തിക്കാനായി അല്ലാഹു തആല ഒരു തവളയെ ബന്ധിപ്പിച്ച് ആ തവളയുടെ പുറത്ത് കയറിയിട്ട് തവള അവിടെ കൊണ്ടുപോയി തേളിന് വെച്ചിട്ട് ഈ തേള് ചെന്ന് ഈ മനുഷ്യനെ ഉറങ്ങുമ്പോൾ കൊത്താൻ വേണ്ടി വരുന്ന, അറിയാത്ത സമയത്ത് കൊത്താൻ വരുന്ന പാമ്പിനെ കഷ്ടിക്കാനും അവ തമ്മിൽ മത്സരിപ്പിക്കാനും പറ്റുന്ന സംവിധാനം ഒരുക്കുന്നത് രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രാവും പകലും നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നവൻ ആരാണ് എന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ മനുഷ്യരോട് ഒന്നാകെ ചോദിക്കുന്നുണ്ട്. ഞാനാണ് രാത്രിയും പകലും നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന്.